ഇപ്പൊ ഞാൻ ഷോട്ടിൽ നിൽക്കുമ്പോൾ പുറകിൽ ഒരാളുടെ ഫോൺ റിങ് ചെയ്താൽ ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പൊട്ടിത്തെറിക്കും, ഞാൻ തിരിഞ്ഞ് ചീത്ത വിളിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കും പ്രശ്നമാണ്, എന്റെയും മൂഡ് പോവും, ഞാൻ പോയി സോറി പറയും എല്ലാം. പക്ഷെ എനിക്ക് അത് ആ മൊമെന്റിൽ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് പിന്നെ പബ്ലിക്ലി വന്നത് അത് വേറെ രീതിയിലാണെന്ന് മാത്രമാണ്. നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ, ഇന്റർനെറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പോയാ പിന്നെ ഓക്കെ ഫൈൻ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ആസിഫിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അച്ഛനായിട്ട് പുഷ് ചെയ്തിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നാന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അച്ഛനായിരിക്കും. ചേച്ചിക്ക് മൊത്തം പരാതിയാണല്ലോ വന്നപ്പോ തുടങ്ങി. പുറത്ത് സംസാരിക്കായിരുന്നല്ലോ, അതിനാണോ ഇന്റർവ്യൂ വെച്ചത്? അങ്ങനെയല്ല, ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിട്ടേക്കുന്നത്? മോനെ ഇത് എന്തൊരു സിനിമയാണ്, എന്തൊരു പെർഫോമൻസസ് ആണ് നിങ്ങൾ എല്ലാരും ചെയ്തിരിക്കുന്നത്. ഞാൻ കരഞ്ഞു. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. ഇവള് പോയി തമിഴില് സിനിമ ചെയ്യുന്നു, സൂര്യൻ ധനുഷിനെയും പോലെയുള്ള ആളുകളുടെ കൂടെ സിനിമ ചെയ്യുന്നു, അവിടുത്തെ ആളുകൾ ഇവളെ പറ്റി സംസാരിക്കുന്നു. പല റിവ്യൂസും കാണുമ്പോൾ ഞാനും എന്റെ വൈഫ് എപ്പോഴും പറയും, നമ്മൾക്ക് നമ്മുടെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ. ഇപ്പൊ ജഗദീഷ് ചേട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴും അപ്പുക്കുട്ടൻ എന്നുള്ളൊരു ഫീല് വരുമെങ്കിലും ജഗദീഷ് ചേട്ടന്റെ ഉള്ളിലുള്ള ഒരു ആക്ടറിനെ, റൊഷാക്കിനൊക്കെ ശേഷം അദ്ദേഹം എടുക്കുന്ന സിനിമകളും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് എന്റെ സിനിമ മോശമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല, ആ സിനിമ മോശമാണെന്ന് അംഗീകരിക്കുകയും ആ സിനിമ ഓടിക്കാം എന്നുള്ളൊരു എഫേർട്ടൊന്നും ഇല്ല. നല്ല സിനിമകളുടെ കൂടെ നിൽക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ് എന്നെയും ഇഷ്ടപ്പെടുന്നത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ദി വിത്ത് രമ്യ, ആഴങ്ങളിലേക്ക് ഒരു യാത്ര, സപ്പോർട്ടഡ് ബൈ മൈൽ സ്റ്റോൺ ഇവന്റ്സ്. ഇന്ന് നമ്മളെ ഏതൊരു യാത്രയിലേക്കാണ്, ഏത് കാര്യത്തിന്റെ ആഴങ്ങളിലേക്കാണ് പോണെന്നറിയോ? മറ്റൊന്നല്ല, അത് ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ആഴങ്ങളിലേക്കുള്ളൊരു യാത്രയുടെ തുടക്കമാണ്. അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ശോഷിച്ച് ഇത്രയും വലിയ ടീം വന്നതാ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് പേര് വന്നിട്ട് അവസാനം രണ്ടുപേരേ ഉള്ളൂ. എല്ലാരും പോകുമ്പോഴും ഞങ്ങൾ നിലനിൽക്കണേ ഈശ്വരാ. നമുക്ക് കാപ്പ് കുടിച്ചോണ്ട് ചെയ്യാട്ടോ, നിങ്ങൾക്കൊരു എനർജി വേണ്ടേ? റിഫ്രഷ് ആവട്ടെ, കോഫി കുടിക്കട്ടെ. കോഫി കുടിച്ചോണ്ട് തന്നെ ചെയ്യാം. യെസ്, അങ്ങനെ ആക്കാം. കോഫി വിത്ത് കരന്ന് മാത്രം പോരല്ലോ, രമ്യയുടെ ചേർത്താലും എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എനിക്കിപ്പോ ആസിഫിനെ കാണുമ്പോൾ, ആസിഫിന്റെ ഒന്നാമത് എനിക്ക് വലിയൊരു സോറി പറയാണ്ട് വലിയൊരു വിഷമമുണ്ട് പറയാൻ. എല്ലാം മേക്കാനായി ഞാനിവിടെ ഉണ്ട് ആസിഫ്. അപ്പൊ ഞങ്ങൾ എന്താ നല്ലൊരു ബന്ധമായിരുന്നു. ആ ബന്ധത്തിനിടയിൽ ഒരു സ്പാർക്ക് വീണു. അത് ക്ലിയർ ചെയ്തിട്ടേ ഇന്നത്തെ ഇന്റർവ്യൂ തുടങ്ങുന്നുള്ളൂ. ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്ത വേറൊരു പ്രൊമോഷണൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതില് മറ്റൊരു താരം വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു സീനിയർ ആക്ടറാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ആസിഫ് ഫോണേ എടുക്കുന്നില്ല, ആസിഫിനെ വേറൊരാളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അതിനിടയിൽ ഈ ഒരു പേര് കയറി വന്നു ആസിഫിന്. അതുകൊണ്ട് എങ്ങനെ ആസിഫ് മലയാള സിനിമ ചെയ്യുന്നു എന്ന് എനിക്ക് അറിയണില്ല, അവന് എത്ര നാളെ വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്ന്. എനിക്ക് സീനിയർ ആക്ടറാണ് മുമ്പിൽ, അതെ ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അത് വെച്ച് അതെ, എനിക്കൊന്നും തർക്കുത്തരം പറയാൻ പറ്റില്ല, പക്ഷെ അത് ആസിഫിന് ഫീൽ ചെയ്തു. അതെ, പറഞ്ഞുകൂടായിരുന്നു. ഞാൻ അങ്ങനെയല്ല. അല്ല, ഇത് ഞാൻ സിനിമയിൽ വന്നപ്പോ തന്നെ എനിക്ക് കിട്ടിയൊരു ടാഗ് ലൈൻ ആണ് ഫോൺ എടുക്കാത്തവെന്നുള്ളത്. അത് ശരിക്കും ഉണ്ടോ? അതുകൊണ്ടാണോ? അതെ, ഞാൻ ഫോൺ ഉപയോഗിക്കാത്ത ആളാണ്, ഞാൻ കൊണ്ടു നടക്കാറില്ല അധികവും. ഇപ്പൊ ഇത് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ചേച്ചിയായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അറിയുന്നത്. ഇവരെല്ലാരും അതിന് വളരെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അത് ഓക്കെയാണ്, എന്റെ വീട്ടിൽ അത് ഓക്കെയാണ്. പക്ഷെ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഇതുവരെ ഒരു പ്രൊജക്ടിന് ഒരു പ്രശ്നം ഉണ്ടാവുകയോ എന്റെ അവൈലബിലിറ്റി കാരണം ഒരു ഡിലേ വരികയോ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു പ്ലാൻ ബി എന്നല്ല ഞാൻ പറയാൻ, ഓൾട്ടർനേറ്റീവ് എനിക്കുണ്ട്. അപ്പൊ മാനേജർ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്. കാര്യം ഞാൻ ഒരു മൾട്ടി ടാസ്കർ അല്ല, എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്യണമെങ്കിൽ എനിക്കത് കോൺസെൻട്രേറ്റ് തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ തരുവാണെങ്കിൽ ഞാൻ മൊത്തമായിട്ട് ഇവിടെ ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഇവര് സംസാരിക്കുന്നത് എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്,
ഞാൻ ഇതിന്റെ ഇടയിൽ വരുന്ന മെസ്സേജസ് എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്, എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ. അപ്പൊ ഞാനിത് വളരെ ഈസി ആയിട്ട് ഫോൺ, പിന്നെ ഞാൻ എവിടെയാണെന്ന് ആളുകൾ അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ ആ ഫോൺ എന്നുള്ള സൗകര്യം അങ്ങ് ഒഴിവാക്കി. അപ്പൊ അത് പക്ഷെ ഞാൻ അതുകൊണ്ട് എന്റെ സിനിമകൾക്ക് ഷൂട്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ട് വരികയോ ഞാൻ കമ്മിറ്റ് ചെയ്ത ഒരു പരിപാടിക്ക് ഞാൻ എത്താതിരിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഫോണില്ലാത്ത കാലത്തും സിനിമ നടക്കുന്നുണ്ട്. അതല്ല, അപ്പൊ അദ്ദേഹം ചോദിച്ച പോലെ ഞാനും ചോദിക്കും. അപ്പൊ നമ്മുടെ ചാനലിൽ നിന്നാണെങ്കിൽ പോലും മൈൽ സ്റ്റോണിൽ നിന്നും പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരും പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പൊ വേറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ ഇതിലൊക്കെ. കറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരാളുണ്ട്, ഐ ഹാവ് എ കോൺടാക്ട് പേഴ്സൺ. അദ്ദേഹത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നവീനുണ്ട്, എന്റെ മാനേജറാണ്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ മൈൽ സ്റ്റോൺ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് എത്ര ആക്ടേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്? കുറച്ചുപേരെ കിട്ടിയിട്ടുണ്ട്. അല്ല, നവീനെ ചിലപ്പം വിളിക്കും. അല്ല, അത് പോട്ടെ, നമ്മുടെ അല്ല രമ്യ, ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം ഓരോരുത്തർക്ക് അല്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എനിക്ക് എന്റേതായ മോശം സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഉണ്ട്. അതിൽ ഞാൻ അംഗീകരിച്ചൊരു മോശം സ്വഭാവമാണ് എന്നെ അവൈലബിൾ അല്ല, ഞാൻ അവൈലബിൾ അല്ല. എനിക്ക് എന്റേതായ പേഴ്സണൽ സ്പേസിലും ഞാൻ സിനിമ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ മോശമാണ്, എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മോശമാണ്, എന്നെ അങ്ങനെ ഫോണിൽ കിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞു. അല്ല, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ നവീനെ വിളിച്ച ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നവീൻ, ആസിഫിന്റെ കാര്യത്തിൽ ഒന്ന് ശരിയാക്കി തരൂ, ആസിഫിന്റെ ഒരു ഇന്റർവ്യൂ റെഡിയാക്കി തരൂ. എന്നിട്ട് നവീൻ വിളിച്ചിട്ട് കിട്ടണമല്ലോ എന്നെ. അവിടെയാണ് പ്രശ്നം. പക്ഷെ ആസിഫ് ഇപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ കോഫി കുടിച്ചു കഴിഞ്ഞോ? മതിയോ? ഇവിടെ സംസാരിക്കുന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ പറഞ്ഞതിലേക്ക് എത്താം, ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്തോട്ടെ. പക്ഷെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആസിഫ് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലും ആസിഫിന് ശരിക്കും ഒരുപാട് ആഗ്രഹിച്ചു മിസ് ചെയ്തു പോയി എന്തെങ്കിലും അപ്പൊ ഒരു കാരണം ഉണ്ടാവും ഈ ഫോൺ എടുക്കാത്തോണ്ട്? എത്രയോ നല്ല സിനിമകള് പല സമയത്തും എന്നെ കഥ പറയാൻ എന്നെ വിളിച്ചപ്പോ കിട്ടിയിട്ടില്ല. അപ്പോഴും എന്താ നമ്മൾ അപ്പൊ അത് ഒരു ചീത്ത സ്വഭാവം അറിഞ്ഞിരുന്നോണ്ട് അപ്പൊ അത് മാറ്റാത്ത എന്തുകൊണ്ട്? ചീത്ത സ്വഭാവമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്ട്. എവറിബഡി വാണ്ട്സ് ടു. ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ എന്റെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കിട്ടുന്ന നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. നമ്മള് ചിലപ്പോ ചില സമയത്ത് നമ്മൾ അതിനൊരു ബ്രേക്ക് എടുക്കുക തന്നെ ചെയ്യും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ് ഓർ എനിത്തിങ്. അങ്ങനത്തെ ഒരു ഹാബിറ്റ്, അതൊരു ഹാബിറ്റ് ആയിരിക്കാം, ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് നെസസറിലി, ബിക്കോസ് നോട്ട് എവറിബഡി ഈസ് ഇൻടു ഫോൺസ്. ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതെനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. അതെ, ഞാനൊരു മാനേജർ വെച്ചിട്ടുണ്ട്. അപ്പൊ മാനേജർക്ക് ആൾക്ക് എല്ലാ കോളും വരും. അപ്പൊ ഈ മാനേജർ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നെ വിളിക്കില്ല. അപ്പൊ മാനേജറിന്റെ നമ്പറും വൈഫിന്റെ നമ്പറും പാരന്റ്സിന്റെ നമ്പറും മാത്രമുള്ള ഒരു ഫോൺ ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു കുറെ നാൾ. അതും ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അല്ലേ? ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയാ, ഒരു രീതിയിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഇതിൽ അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് അത് ആസിഫിന്റെ ഒരു ഇതായിട്ട് തന്നെ അവിടെ നിൽക്കട്ടെ. യെസ്. അതുപോലെ തന്നെ അപർണക്കുട്ടി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നു. ഒന്നടയ്ക്കുന്നു, തടിച്ചിരുന്നു കുറച്ചല്ലേ, ഇപ്പൊ നന്നായിട്ട് മെലിഞ്ഞു, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി കൊണ്ടുവരികയാണ്. നമുക്ക് കിഷ്കിന്ദ കാണ്ഡത്തിലേക്ക് എത്താം. എന്താണ് ഈ ഒരു സിനിമ അട്രാക്ട് ചെയ്തത്? ഇതിന്റെ സ്ക്രിപ്റ്റ്, കഥ ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് കേട്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അപ്പൊ തന്നെ നമുക്കിത് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അത്. പിന്നെ കക്ഷ്യാമണിപ്പിള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ രഞ്ജിതേട്ടൻ വന്ന് അങ്ങനെ കഥ പറയുമ്പോൾ ബാഹുലേട്ടനും പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു സന്തോഷം ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ ടീം വരുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ടർ വരുമ്പോൾ. അപ്പൊ അതും ഉണ്ടായിരുന്നു. ആൻഡ് ഈ കഥ കേട്ടപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ ഫുൾ സെനാരിയോ മൂഡെല്ലാം പറഞ്ഞപ്പോഴും ആ സിറ്റുവേഷൻസ് പറഞ്ഞപ്പോഴും ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ടീമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീമാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരു ഒട്ടും സമയം എടുക്കാണ്ട് ഞാൻ യെസ് പറഞ്ഞൊരു മൂവിയാണ്. ഇതിന്റെ ടീസർ ഭയങ്കര രസമാട്ടോ. ഭയങ്കര ഒരു ശരിക്കും എന്തൊരു ക്യൂരിയോസിറ്റി എന്നറിയോ അത് കാണാനായിട്ട്, സിനിമയിലേക്ക് എത്താൻ. ഇത് എന്തായിരിക്കും സംഭവം? അത് ശരിക്കും ഇത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പ്രിവ്യൂ കണ്ടിരുന്നോ അല്ലേ? അപ്പം ഈ ടീസർ ട്രെയിലർ പോലും വന്നിട്ടില്ല. ഈ ടീസർ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ശരിക്കും ഇപ്പൊ കാണാൻ എന്നുള്ളൊരു ഭയങ്കര ആ ഒരു സംഭവം ശരിക്കും അതുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ? ഇതിന്റെ എന്നെ പേഴ്സണലി ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ബാഹുലി ഇത് പറഞ്ഞ രീതിയും അല്ലെങ്കിൽ ഇതിനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസമാണ്. ബാഹുൽ ഒരു നല്ല DOP ആണ്, ഒരു ഭയങ്കരമായി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ബാഹുൽ ഒരിക്കലും ഒരു റൈറ്റർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കോവിഡ് ലോക്ക്ഡൌണിൽ ഇരുന്ന് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് എന്നോട് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ അങ്ങനെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിനു വേണ്ടി ഇവൻ
സെറ്റ് ചെയ്ത് ഇതിന്റെ ഒരു രീതി വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെഫറൻസസ് വെച്ചിട്ടാണ് ഓരോ സീന്റെയും ഇമോഷൻ എന്താന്ന് വിത്ത് മ്യൂസിക് സപ്പോർട്ടിലാണ് ഇത് നറേറ്റ് ചെയ്ത് തന്നത്. അതിന്റെ ഈ കഥ വളരുന്നത്, ഇതിന്റെ കട്ട് പോകുന്നത്, കട്ട് ബാക്ക് വരുന്നത്, ഇതിന്റെ ഒരു നോൺ ലീനിയർ പാറ്റേൺ വരുന്നത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ബാഹുലി നറേറ്റ് ചെയ്തത്. അപ്പൊ ഒരു സിനിമറ്റോഗ്രാഫർ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷ്വൽ ഭംഗി നമുക്ക് നറേഷനിൽ തന്നെ കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അപ്പുപിള്ള എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ ചെയ്യുന്ന ക്യാരക്ടറും അപർണ ചെയ്യുന്ന ക്യാരക്ടർ, എന്റെ ക്യാരക്ടേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇതിലൊരു ഹീറോ ഹീറോയിൻ അങ്ങനത്തെ ഒരു പരിപാടി അല്ല. ഈ ഒരു വീടും ആ വീട്ടിലെ ക്യാരക്ടേഴ്സും ആ വീട്ടിൽ നടന്ന കാര്യങ്ങളും അത് പറഞ്ഞു പോകുന്നത് അച്ഛന്റെ പെർസ്പെക്റ്റീവിൽ കുറെ പോകുന്നുണ്ട്, എന്റെ പെർസ്പെക്റ്റീവിൽ വരുന്നുണ്ട്, അങ്ങോട്ട് വരുന്ന എന്റെ വൈഫ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീടാണ്. ഇപ്പൊ നമ്മുടെ എല്ലാം വീട്ടിലും ചെറുതും വലുതുമായ പല സീക്രട്സും ഉണ്ട്, നമ്മളുടെ വീട്ടിലും മാത്രം ഒതുങ്ങുന്നത്. അപ്പൊ അതിന്റെ വലിപ്പത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന് ബാഹുൽ അത് പ്ലേസ് ചെയ്തത്, അതിന്റെ നറേറ്റ് ചെയ്തിരിക്കുന്ന രീതി, സ്ക്രീൻ പ്ലേ തന്നെയാണ് ഇതിന്റെ അട്രാക്ഷൻ. ആ ടീസറിൽ ശരിക്കും നമുക്ക് അത്രയും ഫീൽ ചെയ്യാൻ കാരണം. അതെ അതെ. ഇനിയിപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടീസറുമായി ഒരു ബന്ധമില്ലാത്തൊരു ട്രെയിലറാണ് ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആണോ? അപ്പൊ ഞങ്ങളെ പോലെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ എന്താവും? ഇത് എവിടെ ഇത് ലൊക്കേഷൻ, ഈ കാടും ഈ കാണിക്കുന്നത്? ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് ഒളപ്പമണ്ണ മന അവിടെയായിരുന്നു. കാര്യം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന കാസ്റ്റിങ്ങിനേക്കാൾ കൂടുതൽ സമയം എടുത്തത് ഈ വീട് കണ്ടുപിടിക്കാനാണ്. കാര്യം ഇത് നമ്മൾ ഇങ്ങനെ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഞാൻ പറഞ്ഞില്ല, ഒരു DOP വിഷ്വലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ നറേഷനിൽ കിട്ടിയ വിഷ്വല് നമുക്ക് ലൊക്കേഷനിൽ അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പം ഈ കാറ്റഗറിയിലുള്ള ഒരു 8-10 വീട് ഫൈനലൈസ് ചെയ്ത് ഓരോ സീനും ആ വീടുകളിൽ വെച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ. അതെ, ഇവര് നമ്മൾ കക്ഷി അമ്മിണിപ്പിള്ളതിന് ശേഷം 5 വർഷം എടുത്തു ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ വീണ്ടും ചെയ്യാൻ. അപ്പൊ അത് വരുമ്പോ അന്ന് ആ സിനിമ വലിയ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അത് കഴിഞ്ഞിട്ട് ഈ ബേസിലിന്റെ കുരുവികൾക്ക് മംഗലം ആ പാട്ട് കേട്ടിട്ടില്ല? അത് ആ കക്ഷി അമ്മിണിപ്പിള്ളയിലെ പാട്ടാണ്. അപ്പൊ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടാണ് ആ സിനിമയെ പറ്റി ആളുകൾ ശ്രദ്ധിക്കുന്നതും ആ സിനിമയെ പറ്റി ആളുകൾ സംസാരിച്ചതും ഒക്കെ. അപ്പൊ ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പൊ ഇനി ചെയ്യുന്ന സിനിമ എല്ലാ രീതിയിലും നമ്മുടെ ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളത്, അങ്ങനെ ഏറ്റവും നല്ല റീച്ച് കിട്ടുന്ന ഒരു സിനിമ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണ് സമയം എടുത്ത് ഇത്രയും പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് ഈ സിനിമ വന്നത്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിന്റെ ആരുടെ ഇതാണ്? ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ആണ്. അവരുടെ ഇതിന് മുമ്പത്തെ മൂവീസ് എല്ലാം നോക്കിയാലും നല്ല മൂവീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ജോബി ജോർജിന്റെ അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റും ഇതും ഒക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര നല്ല രീതിയിൽ ഡിഞ്ചിത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവണം അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നല്ലതായാലും അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് റീച്ച് ഉണ്ടാവണം അതിന്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസറാണ് നമുക്കും വേണ്ടത്. സിനിമകൾ ഇഷ്ടപ്പെടുന്ന, സിനിമകൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു ഫെയിമിനും ഗ്ലാമിനും വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതല്ല, സിനിമ മനസ്സിലാക്കി ചെയ്യുന്ന വളരെ അപൂർവം പേരുകളാണ്. അപ്പൊ അതിലൊരാളാണ് ഗുഡ്വിൽ. ജോബി ചേട്ടൻ, എനിക്ക് തോന്നുന്നത് ഈ സിനിമ ആദ്യം പ്രിവ്യൂ കണ്ടത് അദ്ദേഹമാണ്. ഞാൻ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് കാറിലിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ ജോബി ജോർജ് ഗുഡ്വിൽ അല്ലേ എന്ന് ചോദിച്ചു. സിനിമയായിട്ട് ബന്ധമില്ലാത്തൊരു ഫ്രണ്ടാണ്. ഞാൻ അതെ, ഇദ്ദേഹം നിന്റെ സിനിമയെ പറ്റി എഴുതിയിട്ടില്ല, അത് റിലീസായോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, റിലീസായിട്ടില്ല. നോക്കുമ്പോൾ ജോബി ചേട്ടൻ ഒരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടേക്കുവാണ് ഈ സിനിമ അദ്ദേഹം പ്രിവ്യൂ കണ്ടു കഴിഞ്ഞിട്ട്, ആ സിനിമയുടെ കോൺഫിഡൻസിനെ പറ്റിയിട്ട്. ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിട്ടേക്കുന്നത്? പുള്ളി മോനെ ഇത് എന്തൊരു സിനിമയാണ്, എന്തൊരു പെർഫോമൻസസ് ആണ് നിങ്ങൾ എല്ലാരും ചെയ്തിരിക്കുന്നത്. ഞാൻ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര. അപ്പൊ ഞാൻ ചേട്ടാ അത് എന്താ പറഞ്ഞു, ഞാൻ ചെയ്തതിൽ ഏറ്റവും അഭിമാനം കൊള്ളാൻ പോകുന്ന ഒരു സിനിമയാണിത്. കാര്യം അന്ന് മുതൽ മൂപ്പര് ഭയങ്കര ചാർജ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പുള്ളി സംസാരിക്കുമ്പോഴും നമുക്ക് നല്ല സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഡബിങ് ഞാൻ ഇവിടെ പുള്ളിയുടെ അവിടെ ഗുഡ്വില്ലിന്റെ ഒരു സ്റ്റുഡിയോ തന്നെ ഉണ്ട്, അവിടെ പോയിട്ടാണ് ചെയ്തത്. അപ്പം ഇടയ്ക്ക് ഇപ്പൊ ഈ ലഞ്ച് ടൈമിലൊക്കെ നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ പുള്ളി സംസാരിക്കുമ്പോഴേ നല്ല സിനിമകള് നന്നായി സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. നിങ്ങൾ ഒരുമിച്ച് നേരത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരുമിച്ച് വരുന്നത്. അന്ന് കണ്ട ആസിഫ് എന്ന നടനിൽ നിന്നും ഇന്നിപ്പോ കാണുമ്പോഴത്തേക്ക് അപർണയിൽ എന്തൊക്കെ ഞെട്ടിപ്പിച്ചു?
എനിക്ക് ഞങ്ങൾ അന്ന് പരിചയപ്പെട്ടപ്പോ തുടങ്ങി നമ്മൾ ഭയങ്കര ക്ലോസ് നിങ്ങൾ ആണ്. എപ്പോഴും വെൽ കണക്റ്റഡ് ആയിരുന്നു. അതെ, വെൽ കണക്റ്റഡ് ആണ്, ഭയങ്കര നല്ല ഫാമിലി ഫ്രണ്ട്സ് ആണ്. എന്റെ അമ്മ മറ്റേ മോനെ എന്ന് പറഞ്ഞ് ഓടി പോയി കെട്ടിപ്പിടിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ വ്യത്യാസം നമുക്ക് നമ്മള് സിനിമ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ തമ്മിൽ കാണും. അപ്പൊ അപ്പൊ പിന്നെ അത്രയ്ക്ക് അതൊരു ഫീൽ വരുന്നില്ല അല്ലെ. ഞാനും ചെന്നൈയിൽ ഓഫ് ഷൂട്ട്, ഞാനും സമയം ചെന്നൈയിലുള്ള സമയം, അത് ഞാൻ ചെന്നൈയിൽ വരണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഇവിടെ അവിടെ ഷൂട്ടിലാണെങ്കിൽ വിളി തുടങ്ങും, എത്താറായോ എത്തിയോ. വന്നാല് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, പുറത്ത് പോകുമ്പോഴും ഒക്കെ. അപ്പൊ എപ്പോഴും ആ ഒരു ബോണ്ട് ഞങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു, ഇവള് പോയി തമിഴില് സിനിമ ചെയ്യുന്നു, സൂര്യയും തനുഷിനെയും പോലെയുള്ള ആളുകളുടെ കൂടെ സിനിമ ചെയ്യുന്നു, അവിടുത്തെ ആളുകൾ ഇവളെ പറ്റി സംസാരിക്കുന്നു. പല റിവ്യൂസും കാണുമ്പോൾ ഞാനും എന്റെ വൈഫ് എപ്പോഴും പറയും, നമ്മൾക്ക് നമ്മുടെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഭയങ്കരമായിട്ട് റൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പടം ചെയ്താലും അല്ലെങ്കിൽ അത് എപ്പോഴും ഉണ്ടാവും. അത് നന്നാവും തോറും നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന. ആരുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്യും നമ്മൾ ഓവർ ദ ഫോൺ ആണെങ്കിലും. അപ്പോൾ ഐ എം ഓൾവേസ് വെൽ കണക്റ്റഡ് ടു ഹിം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വ്യത്യാസം നമുക്ക് ആക്ച്വലി ഇപ്പൊ ഇന്ന് പറയുമ്പോഴാണ് സൺഡേ ഹോളിഡേയും ബിടെക്കും കഴിഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പടം ചെയ്യുന്നതെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ റിയലൈസേഷൻ ഉണ്ടായിരുന്നു. ഈവൻ ഓഡിയൻസിന് ഒരു പരിധി വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ആസിഫിന്റെ ഏറ്റവും കൂടുതൽ പെയർ ചെയ്തിട്ടുള്ളത് അപർണയാണല്ലേ എന്ന് ചോദിക്കും. എവിടേക്കും ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. കാര്യം ഞങ്ങൾ 2 സിനിമയിലാണ് പെയർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ കാപ്പ ചെയ്തിരുന്നു, തൃശ്ശൂർ പേരൂർ ക്ലിപ്തം ചെയ്തിരുന്നു. അല്ലാതെ ഞങ്ങൾ പെയർ ചെയ്ത് വേറെ സിനിമകളില്ല. പക്ഷെ എപ്പോഴും ഒരു ഐഡിയൽ പെയർ എന്ന് പറഞ്ഞിട്ട് ആളുകൾ റെഫർ ചെയ്യുന്നുണ്ട്. ഇതാണ്. ഓക്കെ. ഇപ്പൊ ഈ ഇത്രയും തിരക്ക് പിടിച്ച് ഇങ്ങനെയൊക്കെ ഓടി നടന്ന് അവിടെയും സിനിമ ചെയ്യുന്നു, മലയാളത്തിലും ചെയ്യുന്നു, ഇങ്ങനെ നടക്കുന്നതിനിടയിൽ എങ്ങനെയാണ് ഇവന്റ് കമ്പനി അപർണ ഇത് എങ്ങനെ മാനേജ് ചെയ്യണു? ജയറാമേട്ടൻ മാളവികയുടെ കല്യാണമൊക്കെ എത്ര നന്നായിട്ടാ ചെയ്ത്. അന്ന് എല്ലാരും പറയുന്നത് പൊക്കി ടോക്കിലാണ് അപർണ ഇത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവിടെ നിൽക്കുന്ന അപർണ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മറ്റേ പണിയെടുക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇവന്റ് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കിടെക്ചറാണ് പഠിച്ചത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വീട് പണിയുന്ന റിസ്കിലേക്ക് പോവാണ്ട് കല്യാണം ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നോണ്ടാണ് ഞാൻ അധികം വർക്കുകൾ കൊടുക്കാത്ത. ബിക്കോസ് ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴാണ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ഐ ലൈക്ക് ഗെറ്റിംഗ് ഇൻവോൾവ്മെന്റ്. എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലയന്റുകളും അങ്ങനെ വരുമ്പോഴാണ് മെയിൻ ആയിട്ട് ഇത് എടുക്കുന്നത്. നിങ്ങൾ ഇതായിട്ട് വെക്കുന്ന കുറച്ച് സീക്രട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. കാരണം ഞങ്ങൾ മൈൽ സ്റ്റോണും ഇവന്റ്സ് തുടങ്ങിയിട്ടുണ്ട്. മൈൽ സ്റ്റോൺ ഇവന്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ആണ് ഞങ്ങളുടെ കോമ്പറ്റീഷൻ. അപ്പോൾ എന്നാലും നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കും അത് ഇംപ്ലിമെന്റ് കേട്ട് പഠിച്ചോ. രഹസ്യങ്ങളൊന്നും ഇല്ല, നല്ല വൃത്തിക്ക് പണി വളരെ സിമ്പിൾ ആണ്. നന്നായി പണിയെടുത്തു കഴിഞ്ഞാൽ നല്ലത് എന്തെങ്കിലും പറ്റുമോ? അല്ല, എങ്ങനെയാ ജയറാമേട്ടന്റെയും മാളവികയുടെ കല്യാണം എങ്ങനെയാ? ഞാനും കാളിദാസും കുറെ നാളായിട്ടുള്ള ഫ്രണ്ട്സ്. ഇപ്പൊ ജയറാം അങ്കിൾ ആണെങ്കിലും അമ്മ സിംഗറാണ്. അപ്പൊ അമ്മ ഒരുപാട് ഷോസിന് പോയിട്ടുണ്ട്. അപ്പൊ അന്നോട്ടേ ഉള്ള പരിചയമാണ്, ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ റായൻ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് കണ്ണന്റെ എൻഗേജ്മെന്റ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തന്നെ പറഞ്ഞേടാ ഞാൻ ചെയ്യാമെന്നാ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ആ ഒരു കമ്പനി ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ലൈക്ക് ഒരു പ്രീ പ്ലാൻഡ്. ഓക്കെ, ഇപ്പൊ കമ്പനി തുടങ്ങാന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇങ്ങനെ വന്നപ്പം ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് റിയലി ഭയങ്കര സക്സസ്ഫുൾ ആയി. അങ്ങനെ ചക്കിയുടെയും ചെയ്തു. എനിക്ക് ഇവര് രണ്ടുപേരും എൻ്റെ ബ്രദർ സിസ്റ്ററിനെ പോലെ ഭയങ്കര ക്ലോസ് ആണ്. നമ്മൾ ഭയങ്കര ഫാമിലീസ് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അങ്ങനത്തെ രണ്ടുപേരുടെ ചെയ്യുമ്പോൾ ഫീൽസ് ലൈക്ക് ഒരു ഫാമിലി ഇവന്റ് പോലെ തന്നെ. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇന്നത് തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതൊന്നും ആയിരുന്നില്ല. പിന്നെ നമ്മൾ പറയല്ലോ ചിലത് അൺപ്ലാൻഡ് ആയിട്ട് പോകുമ്പോഴായിരിക്കും കൂടുതൽ അങ്ങനെ നടക്കുന്നത്. അപ്പൊ വീട്ടിൽപ്പെട്ട ഒരു കല്യാണമാണ് ഇപ്പൊ നടത്തി കൊടുത്തത്. അടുത്ത നമ്മളൊക്കെ നടത്തണം. ഓക്കെ, ആസിഫ്, ഞാൻ ചെയ്യട്ടെ. സിനിമയിൽ ഇപ്പോൾ ഏതൊരു ക്യാരക്ടർ തന്നാലും അതെന്ത് ഇമോഷനിലുള്ളതാണെങ്കിലും, ദേഷ്യമായിക്കോട്ടെ കരയുന്നതായിക്കോട്ടെ, ഏതാണെങ്കിലും ആസിഫ് അത് എത്ര ഭംഗിയായിട്ടാണ് ഡെലിവറി ചെയ്യണത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസിഫിന്റെ മുഖത്ത് കണ്ണിലൂടെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഇമോഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അവിടെയാണല്ലോ നിങ്ങളെ പോലത്തെ ഒരു ആക്ടറിന്റെ ഒരു നിങ്ങൾ നേടുന്ന ജയം എന്ന് പറയുന്നത് തന്നെ അവിടെ അങ്ങനെയാണല്ലോ.
ഈ നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോഴും ആസിഫ് എത്രത്തോളം ഇങ്ങനെ ഇമോഷൻ അപ്പൊ തന്നെ ദേഷ്യം വന്നാൽ അപ്പൊ തന്നെ ദേഷ്യം കാണിക്കുക, സന്തോഷം വന്നാൽ അപ്പൊ തന്നെ അത് പ്രകടിപ്പിക്കുക, അങ്ങനത്തെ ഒരാളാണോ ശരിക്കും റിയൽ ലൈഫിൽ? എനിക്കും ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂല. എന്റെ മുഖത്ത് ദേഷ്യം വന്നാൽ എന്റെ നെറ്റിയിൽ എഴുതി വരും. മുൻചുണ്ടി അല്ല, പക്ഷെ എനിക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം സിനിമകളാണെങ്കിലും സിനിമ നന്നായാൽ അത് ഭയങ്കരമായി ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ്. സിനിമ മോശമായാലും എനിക്ക് അത് ഭയങ്കര വിഷമം വരും. 5-6 ദിവസങ്ങൾ എടുക്കും അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ. അപ്പൊ അത് എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. സങ്കടം വരാറുണ്ട്, കരയാറുണ്ട്. ഇത് വരുന്ന പോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. എനിക്കിപ്പോ അതെ, ദേഷ്യമൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങ് പറഞ്ഞു കഴിയുമ്പോ എന്റെ അതങ്ങ് തീരും. പിന്നെ എനിക്ക് വിഷമമാവും, അങ്ങനെ പറയണ്ടായിരുന്നല്ലോ എന്ന് തോന്നുകയും ചെയ്യും. എന്നോട് പറഞ്ഞ പോലെ അല്ല അത് പിന്നെ അല്ലെങ്കിൽ എനിക്ക് അത് മനസ്സിൽ വെക്കാൻ അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാനും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ഷൂട്ടിന്റെ ടൈമിൽ എന്റെ കോൺസെൻട്രേഷൻ ലെവൽ ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഉപയോഗിക്കാത്തതിന് ഭയങ്കര പൂറാണ് എന്റെ കോൺസെൻട്രേഷൻ ലെവൽ. ഇപ്പൊ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ലൊക്കേഷനുള്ള സമയത്ത് ഒരു ഡിസ്റ്റർബൻസ്, ഇപ്പൊ ഞാൻ ഷോട്ടിൽ നിൽക്കുമ്പോൾ പുറകിൽ ഒരാളുടെ ഫോൺ റിങ് ചെയ്താൽ ഞാൻ പോലും റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പൊട്ടിത്തെറിക്കും, ഞാൻ തിരിഞ്ഞ് ചീത്ത വിളിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കും പ്രശ്നമാണ്, എന്റെയും മൂഡ് പോവും, ഞാൻ പോയി സോറി പറയും എല്ലാം. പക്ഷെ എനിക്ക് അത് ആ മൊമെന്റിൽ എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പം എന്നെ അറിയാവുന്നവർക്കെല്ലാം അത് ഓക്കെയാണ്, അത് കഴിഞ്ഞ് കത്തി തീർന്നത് പോകുമെന്ന് അറിയാം. പക്ഷെ പല ആളുകൾക്കും അത് പ്രശ്നമാണ്. പക്ഷെ എന്റെ ക്യാരക്ടർ അതാണ്, ഞാൻ അങ്ങനെയാണ്. എപ്പോഴും അപ്പൊ സന്തോഷം വന്നാൽ അപ്പൊ തന്നെ അത് പ്രകടിപ്പിക്കും, എന്താണേലും അപ്പൊ തന്നെ. എന്റെ എന്താ മൂഡ് എന്നുള്ള എന്നെ നോക്കിയാൽ മനസ്സിലാവും. എനിക്കൊരു ഹിഡൻ അജണ്ട ഇല്ല. ആസിഫ് ശരിക്കും ഞാൻ 2 തരത്തിലും കേട്ടിട്ടുണ്ട്. ആസിഫിന്റെ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന സമയത്തെ എന്റെ കസിന്റെ ജൂനിയർ ആയിരുന്നു നിങ്ങളൊക്കെ ഒരേ അഭിഷേക് മൂവാറ്റുപുഴ. അവര് അഭിഷേക് എന്റെ കസിന്റെ കല്യാണം കഴിച്ചിരിക്കണേ. സംഗീത എന്റെ ഫസ്റ്റ് കസിനാ. അപ്പൊ അവര് പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ കഥകൾ കിട്ടുമ്പോ എനിക്കറിയാം ആസിഫ് ശരിക്കും ഭയങ്കര, ആസിഫിന് തന്നെ ഇഷ്ടത്തോടെ വന്നതാണ് സിനിമയിൽ നിന്ന്. എന്നാൽ വേറൊരു ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ആസിഫിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അച്ഛനായിട്ട് പുഷ് ചെയ്തിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നാന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അച്ഛനായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വേർഷൻ ഓഫ് കഥ കേൾക്കുന്നത്. അപ്പൊ എനിക്ക് സർപ്രൈസിങ്, കാരണം ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അല്ല, ഞാൻ സിനിമയുമായി എന്റെ വീട്ടിൽ ആർക്കും ഒരു ബന്ധവും ഇല്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു വീട്ടിലെ ഏറ്റവും വലിയ പേടി. അതെ, എന്റെ വാപ്പ പൊളിറ്റീഷ്യനാണ്, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു തൊടുപുഴയിൽ. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറാണ്. അപ്പൊ വാപ്പക്ക് അങ്ങനെ ഞാൻ സിനിമയിലേക്ക് വരുന്നതിനെ പറ്റി ഒരു ക്ലൂ ഇല്ലായിരുന്നു. സിനിമ എന്റെ ചോയ്സ് ആയിരുന്നു. അതെ അതെ. പക്ഷെ സിനിമ കാണാൻ പോണെങ്കിലൊക്കെ ആണെങ്കിലോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? പിന്നെ ഞങ്ങൾ ഇപ്പൊ സ്കൂള് മുതൽ ഞാൻ സിനിമയ്ക്കെല്ലാം നമ്മൾ ഫാമിലി ആയിട്ട്, ഇപ്പൊ വാപ്പ ഉമ്മ അനിയനും ഞങ്ങൾ ഒരുമിച്ച് എല്ലാ റിലീസ് സിനിമകളും നമ്മൾ പോയി കാണുന്നതാണ്. സാറ്റർഡേ സൺഡേ നമ്മളൊരു സിനിമ കാണുക എന്നുള്ളത് നമ്മുടെ വീട്ടിലെ തന്നെ ഒരു പ്ലാനാണ്. എന്റെ വീട്ടിൽ എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. സിനിമ, പക്ഷെ ഞാൻ അഭിനയം സിനിമ എന്നുള്ളതൊന്നും നമ്മൾക്കൊക്കെ വേറെ എവിടെയോ ഉള്ള കാര്യങ്ങളല്ലേ. നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് പോലും ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ കാണാനുള്ളൊരു സ്പേസ് പോലും ഇല്ലായിരുന്നു. സിനിമ കാണാനായിട്ട് അച്ഛൻ പുഷ് ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ? ഇങ്ങനെ പോയി വാപ്പ സിനിമയ്ക്ക് പോകുമ്പോ ഞങ്ങളെ കൊണ്ടുപോകണമല്ലോ, അങ്ങനെ ഒരു അതെ. അല്ലാതെ വാപ്പക്ക് ഒരു രീതിയിലും ഞാൻ സിനിമയിൽ വരുന്നതിനോടൊന്നും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരോടായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് എവിടെ പോയാലും ഒരു സെലിബ്രിറ്റീസിന് അധികം ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരില്ല. എല്ലായിടത്തും നമുക്ക് ആ ഒരു സ്പെഷ്യൽ ഒരു ഇത് നമുക്ക് കിട്ടും പൊതുവെ, അല്ലേ? എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പോലും എവിടെയെങ്കിലും നമുക്ക് അവിടെ ഒരു അനാദരവ് കിട്ടിയെന്നോ, എനിക്ക് അവിടെ ഒരു റെസ്പെക്ട് കിട്ടിയില്ലെന്നോ, അങ്ങനെ മറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തോന്നിയിട്ടുണ്ടാവും? സെലിബ്രിറ്റി ആയതുകൊണ്ട് റെസ്പെക്ട് കിട്ടണമെന്നൊന്നുമില്ല. നമ്മള് മനുഷ്യന്മാരെ കാണുമ്പോൾ ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണല്ലോ എപ്പോഴും. അതിപ്പോ സെലിബ്രിറ്റി ആണോ അല്ല എന്നുള്ളത് സെക്കൻഡറി ഇൻ ദാറ്റ് കേസ്. എനിക്ക് പക്ഷെ ഓക്കെ ആണ്. ഞാൻ ആളുകൾ വരുന്നത് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളത് ഒരു വലിയ ഫാക്ടറായിട്ട് ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും ആളുകൾ വന്ന് സംസാരിക്കുന്നത്, ഫോട്ടോ എടുക്കാൻ വരുന്നതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ സിനിമയിൽ വരുന്നതിന് മുന്നേ ഒക്കെ. അപ്പൊ അത് വരുമ്പോ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, ഞാനത് ആസ്വദിക്കാറുണ്ട്. ഇനിയിപ്പോ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ
ഓക്കെ. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമ്മുടെ കിഷ്കിന്ധ കാണ്ഡത്തിൽ ബാക്കിയുള്ള ഒരുപാട് നല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ നിങ്ങളുടെ കൂടെ അച്ഛനായിട്ട് ഇപ്പൊ അഭിനയിച്ച അവരെല്ലാരെയും കുറിച്ച് ഒന്ന് പറയൂ. അശോകനാണെങ്കിലും വിജയനാണെങ്കിലും. അതായത് കുട്ടേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, അശോകേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇവരെയൊക്കെ നമ്മള് പല സമയത്തും സീനിയർ ആക്ടേഴ്സ് ആണ്, ഇവർക്ക് നമ്മൾ കുറച്ച് റെസ്പെക്ട് കൊടുക്കണം, ഇവരോട് അധികം സംസാരിക്കരുത് എന്നൊക്കെ പലപ്പോഴൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇവരൊന്നും അങ്ങനത്തെ ആളുകളല്ല. ഒരു നമ്മളെക്കാളും പൊളിയാണ്. എനിക്ക് തോന്നുന്നു രമ്യ മിസ് ചെയ്തത് ആ ഇടവും വല്ലതും ഇരുന്ന ആൾക്കാരെയാണ്. ഞാന് അതെ അതെ, നമുക്ക് ഈ ഹരിഹർ നഗറൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അവർ രണ്ടുപേരും കൂടെ അടുത്ത് 5 മിനിറ്റ് ഇരുത്തിയാൽ മനസ്സിലാവും. ഇപ്പോഴും അവര് തമ്മിലുള്ള ആ ഒരു കണക്ഷനും ആ വൈബും എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. അവര് കളിയാക്കുന്നതും തിരിച്ച് കൗണ്ടർ അടിക്കുന്നതും. കുട്ടേട്ടൻ ഭയങ്കര മിനിമലായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ ഇന്റർവ്യൂസിന്, പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. പിന്നെ ഞാൻ നേരത്തെ കുട്ടേട്ടന് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവര് സീനിയേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മളൊക്കെ പഠിക്കേണ്ട, ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനിലെ ആക്ടേഴ്സും ഒക്കെ നമ്മൾ പറയുമല്ലോ, ഈ ന്യൂ ജനറേഷൻ ഡിസിപ്ലിൻ ഇല്ലെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവര് ലൊക്കേഷനിൽ വരുന്ന ബിഹേവ് ചെയ്യുന്ന രീതി, അവർക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്, അപ്പൊ അതൊക്കെ ശരിക്കും ഈ സിനിമയ്ക്കൊക്കെ നമ്മൾ ഇപ്പം ഈ 43 ദിവസത്തോളം കുട്ടേട്ടന് ഞാൻ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒരു സീനിയർ ആക്ടർ ആണെന്നോ, ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നോ, ഇത്രയും വലിയൊരു അച്ഛന്റെ മകനാണെന്നോ എന്നൊന്നും നമുക്ക് ഒരു സ്പേസിലും കുട്ടേട്ടനെ പറ്റിയിട്ട് ചോദിക്കില്ല. ഓരോ സമയത്തും അദ്ദേഹം നമുക്ക് തരുന്ന സപ്പോർട്ടും ആ ലൊക്കേഷനിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു എനർജിയും, ഈവൻ അശോക് ഏട്ടനാവട്ടെ, ജഗദീഷ് ഏട്ടനാവട്ടെ, എല്ലാവരും. ഇപ്പൊ ജഗദീഷ് ഏട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴും അപ്പുക്കുട്ടൻ എന്നുള്ളൊരു ഫീല് വരുമെങ്കിലും ജഗദീഷ് ഏട്ടന്റെ ഉള്ളിലുള്ള ഒരു ആക്ടറിന് ഇപ്പം റൊഷാക്കിനൊക്കെ ശേഷം അദ്ദേഹം എടുക്കുന്ന സിനിമകളും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഈ സിനിമയിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ. അപ്പൊ എനിക്ക് ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെയുള്ള അഭിനയം. മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയവും ഭയങ്കര രസമാണ്. ഈ പറയുന്ന എക്സ്പീരിയൻസസ് മുഴുവൻ ഇവർക്കുണ്ട്. ആ എക്സ്പീരിയൻസ് അവർക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒക്കെ മനസ്സിലാവണത് അവരുടെ നിന്നാണ്. ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? അവര് എക്സ്പീരിയൻസസ് കഴിഞ്ഞിട്ടും അവര് ഭയങ്കര വെൽ അപ്ഡേറ്റഡും ആണ് ആക്ച്വലി. നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് ഇപ്പൊ കാപ്പ ചെയ്യുമ്പോ ജഗദീഷ് ചേട്ടനാണ് പുതിയ സിനിമകൾ എങ്ങനെയുണ്ട്, ഇറങ്ങിയ പടങ്ങളുടെ റിവ്യൂ അപ്പൊ തന്നെ ജഗദീഷ് ചേട്ടന്റെ അടുത്തുനിന്നാണ് കിട്ടുക നമുക്ക്. അത്ര അപ്ഡേറ്റഡ് ആണ് ഇവര് 3 പേരും. പിടിച്ചു നിൽക്കുന്ന അവർ ഇതുപോലെ ചെയ്യുന്നത്. എത്ര മൂവീസ് ആണ് അവർ ചെയ്യുന്നത്. ഒരു പക്ഷെ അന്നത്തെ സമയത്ത് ഇവരെല്ലാരും ഒരുപാട് മൂവീസ് ചെയ്യുന്ന അതേ വോളിയത്തിൽ തന്നെ അവരിപ്പോഴും എല്ലാവർക്കും നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു. കുട്ടേട്ടനൊക്കെ സിനിമ ചെയ്യാത്തതാണ്. പല കഥകളും പോയി പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് വേണ്ട, ഞാൻ ഒരു മാസം വെറുതെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി അപർണ, നമ്മുടെ സിനിമയിലെ നിങ്ങൾക്ക് കിട്ടുന്ന വേതനത്തെ കുറിച്ചൊക്കെ അപർണ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതലാണ് അല്ലെ കുറവാണ്, ആ ഒരു കാര്യം എപ്പോഴും മേക്ക് ഷുവർ അത് പോയിന്റ് ഔട്ട് ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെ? അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, ഇപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും എന്താ പറയാ അതിന്റെ റിസൾട്ട് കിട്ടുകയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അപർണയ്ക്ക് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നില്ല എന്നോ അല്ലെ പറഞ്ഞത് കൊണ്ട് നന്നായി? ഞാൻ അത് കഴിഞ്ഞിട്ട് വളരെ ഹെൽത്തി ഡിസ്കഷൻസ് കുറെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ പോയിന്റ് ആണ്. പിന്നെ ഈ മീഡിയാസിൽ വരുന്നത് ഇവര് ഫെയർ എന്നുള്ളത് ഫെയറിന്റെ അർത്ഥം മനസ്സിലാക്കാണ്ട് തുല്യം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കണ്ടിട്ടാണ് കുറെ പേർക്ക് ട്രിഗേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഫെയർ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം തുല്യം. അപ്പൊ അതിന്റെ ഒക്കെ ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇപ്പൊ കാപ്പയുടെ പ്രൊഡ്യൂസർ ആ സമയത്ത് കാപ്പ ഇറങ്ങിയ സമയത്ത് അവരാണെങ്കിലും നിറയെ പേരുടെ അടുത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസും അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് അവർക്കത് മനസ്സിലാവുക ഞാൻ അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ പോയിന്റ് പിന്നെ പബ്ലിക്ലി വന്നത് അത് വേറെ രീതിയിലാണെന്ന് മാത്രമാണ്. നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ, ഇന്റർനെറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പോയാൽ പിന്നെ ഓക്കെ ഫൈൻ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. ഇതിന്റെ കംപ്ലീറ്റ് എല്ലാം നിങ്ങൾ ഒറ്റപ്പാലം തന്നെയായിരുന്നോ ഷൂട്ടും കാര്യങ്ങളും? ഇതിന്റെ ഒരു 98% ഒറ്റപ്പാലം തന്നെ. അപ്പൊ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു നാടൻ ഭംഗി എല്ലാം, അത് ശരിക്കും ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതിന്റെ ഈ സ്ക്രിപ്റ്റിലെ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ വീടും വീടിന്റെ ആംബിയൻസും. അപ്പൊ അത് അങ്ങനെ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കറങ്ങി ആദ്യം ഇത് കാസർഗോഡ് അടുത്താണ്, നീലേശ്വരത്താണ് ഇതിന്റെ ലൊക്കേഷൻ കണ്ട് ഒരു വീട് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ആ വീടിന് ഈ പറയുന്ന പോലെ മരങ്ങളും പറമ്പും ബാക്കിലേക്ക് ഒരു എക്സ്റ്റൻഷൻ മിസ്സിംഗ് ആയിരുന്നു. അതിനുശേഷം കോഴിക്കോട് ഒരു വീട് കണ്ടു. അങ്ങനെ അന്വേഷിച്ച് വന്നിട്ടാണ് ഒറ്റപ്പാലത്ത് ഇതിലേക്ക് എത്തിയതും ഈ ആംബിയൻസ് മുഴുവൻ നമുക്ക് ഫേവറബിൾ ആയി വന്നപ്പോൾ ആ വീട് ഫിക്സ് ചെയ്തതും. അപ്പൊ ആ ഒറ്റപ്പാലത്തിൻ്റെതായ ഒരു ഭംഗി കൃത്യമായിട്ട് തന്നെ അതിൽ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ശരി. അപ്പൊ എന്തായാലും കിഷ്കിന്ത കാണ്ഡത്തിന്റെ എല്ലാവിധ ഇപ്പം ബാക്ക് ടു ബാക്ക് നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ടീസറിൽ ഞങ്ങൾക്ക് തരാൻ പറ്റിയ സംഭവം അത് വേറിട്ട രീതിയിൽ ഇപ്പൊ ട്രെയിലറിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മൂവി എന്തായാലും നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.